രാജ്യത്ത് ദിവസവും ഒട്ടേറെ പേർക്ക് വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ ഇരയായി പണം നഷ്ടമാകുന്നുണ്ട്. ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങൾ സാധാരണക്കാരെ മാത്രമല്ല, ഉന്നതരെയും രാഷ്ട്രീയ നേതാക്കളെയും പോലും കബളിപ്പിക്കാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആണ് ഒടുവിൽ വെർച്വൽ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ചത്. എന്നാൽ രാഷ്ട്രീയത്തിൽ പല അടവും തടവും പഠിച്ചിട്ടുള്ള മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂരിനെ കബളിപ്പിക്കാനുള്ള നീക്കം തുടക്കത്തിലേ പൊളിഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുംബൈ പോലീസ് എന്ന പേരിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഫോൺ കോൾ വന്നത്. മുംബൈയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ തിരുവഞ്ചൂരിന്റെ ആധാർ കാർഡ് നമ്പരും ഫോൺ നമ്പരും ഉപയോഗിച്ച് ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ടാണ് വിളിക്കുന്നതെന്നും അവർ പറഞ്ഞു. ഹിന്ദിയും ഇംഗ്ലീഷും കലർന്ന സംസാരമായിരുന്നതിനാൽ വിളിച്ചപ്പോൾ തന്നെ തട്ടിപ്പാണെന്ന് വ്യക്തമായതായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിളിച്ചവരിൽ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ നിൽക്കുന്നത് തിരുവഞ്ചൂരിന്റെ സ്റ്റാഫ് അംഗങ്ങൾ കണ്ടിരുന്നു. ഭീഷണിയെ തുടർന്ന് തിരുവഞ്ചൂർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. വ്യാജ ആധാർ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തി, ആൾമാറാട്ടം നടത്തി എന്നൊക്കെ ആരോപിച്ചാണ് സംഘം തിരുവഞ്ചൂരിനെ ഭീഷണിപ്പെടുത്തിയത്. എന്നാൽ തട്ടിപ്പ് മനസ്സിലാക്കിയ തിരുവഞ്ചൂർ കേരള പോലീസുമായി ബന്ധപ്പെടൂ, രേഖകൾ അവിടെ കാണിക്കാമെന്ന് മറുപടി നൽകി കോൾ അവസാനിപ്പിച്ചു. തിരുവഞ്ചൂർ ഫോൺ കട്ടാക്കിയതിനു പിന്നാലെ വാട്സാപ്പിലും തട്ടിപ്പുകാർ വിളിച്ചു. പിന്നീട് വീണ്ടും ഫോണിൽ വിളിച്ച് വീഡിയോ കോൾ എടുക്കാൻ ആവശ്യപ്പെട്ടെന്നും പരാതിയിൽ പറയുന്നു. വിളിച്ച നമ്പർ കേന്ദ്രീകരിച്ചും സ്ഥലം കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചതായി DGPയുടെ ഓഫീസ് അറിയിച്ചു. സൈബർ സെല്ലാണ് തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 കോട്ടയം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.